ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല. ഇതാണ് കേരളവും തമിഴ്നാടും കോടതിയിൽ വാദിക്കുന്നത്. റഫറൻസ് മടക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. റഫറൻസിൽ കേന്ദ്രത്തിൻ്റെ വാദം തുടങ്ങിയിട്ടുണ്ട്. റഫറൻസ് അയക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറയുന്നു. വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിബി, ഇത്തരത്തിലൊരു അധികാരം രാഷ്ട്രപതിക്കില്ല എന്ന് തമിഴ്നാട് അതിൻ്റെ വ്യക്തമായി കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. മാത്രമല്ല, നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ വിധിയെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളാണ് രാഷ്ട്രപതി ഉപയോഗിക്കുന്നതെന്ന് കേരളം കെ വേണുഗോപാലിലൂടെ പറയുന്നു. ഇപ്പോൾ കേന്ദ്രം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ കോടതിയെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അജിംഷാദ്, ഈ ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച ഈ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച തമിഴ്നാടിൻ്റെ ഹർജിയിലെ ഈ വിധിയിലാണ് ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഷ്ട്രപതി 14 ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസ് സുപ്രീം കോടതിക്ക് അയക്കുകയും സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഇതിൽ ഇന്നിപ്പോൾ വാദം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വാദം ഉച്ചയ്ക്ക് മുൻപ് പൂർത്തിയായി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും കേരളം ചൂണ്ടിക്കാട്ടിയത് ഈ ബില്ല് അല്ലെങ്കിൽ ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന വാദമാണ് കേരളം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് രാഷ്ട്രപതി ഇത്തരത്തിലൊരു റഫറൻസ് അയച്ചതെന്നും കേരളം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. കെ വേണുഗോപാലാണ് കേരളത്തിന് വേണ്ടി ഈ സുപ്രീം കോടതിയിൽ വാദിച്ചത്. രാഷ്ട്രപതി ചോദിച്ച 14 ചോദ്യങ്ങളിൽ 11 ചോദ്യങ്ങൾക്ക് മുൻപ് ഈ തമിഴ്നാട് സർക്കാരിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും അത് ചർച്ച ചെയ്യപ്പെടുകയും സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ റഫറൻസിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ വീണ്ടും അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നും സുപ്രീം കോടതിയിൽ കേരളം അറിയിക്കുകയും ചെയ്തു. അതുകൂടാതെ ഈ രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ വേണ്ടി രാഷ്ട്രപതിയിലൂടെ ഈ റഫറൻസ് നൽകിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമാണ് കേരളം മുന്നോട്ട് വെച്ചത്. അതേ സമയം തന്നെ തമിഴ്നാടും സമാനമായ രീതിയിൽ തന്നെ ഈ ബില്ലുകൾ ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ല എന്ന് തമിഴ്നാടും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലൊരു റഫറൻസിനെതിരെ 2 അംഗ ഭരണഘടനാ ബെഞ്ചിനെതിരെ ഇത്തരത്തിലൊരു റഫറൻസ് അയക്കാനുള്ള നിയമപരമായ അവകാശം രാഷ്ട്രപതിക്ക് ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു തമിഴ്നാട് സർക്കാരിൻ്റെയും ഈ ഒരു വാദം മുന്നോട്ട് പോയത്. ഈ ഭരണഘടനയുടെ അനുച്ഛേദം 143 അനുസരിച്ചാണ് രാഷ്ട്രപതി ഈ റഫറൻസ് അയച്ചതെന്നുള്ളതാണ് രാഷ്ട്രപതി തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ ഭരണഘടനയുടെ 141 അനുച്ഛേദം സുപ്രീം കോടതിക്ക് ചില അവകാശം നൽകുന്നുണ്ട്. അപ്പോൾ നിയമമാണ്, അതാണ് ആർട്ടിക്കിൾ 141 പറയുന്നത്. അത് പ്രകാരമുള്ള വകുപ്പുകളൊക്കെയാണ്. ഈ ആർട്ടിക്കിൾ 200 പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതൊക്കെ ഇതിൻ്റെ സംഭവഗതികളിലേക്ക് എത്തുകയാണ്. ഞാൻ തിരിച്ചെത്താം സിബി ജോസഫ്.